ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസമായി വീഡിയോ കേട്ടിട്ട് മോൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യമായിട്ട് അത് ഞാനൊന്ന് സഹായിക്കാനായിട്ട് ബ്രേക്ക് എടുത്തതാണ്. അല്ലാതെ കുറച്ച് എൻ്റെ തൊണ്ടയുടെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. കുറച്ച് ദിവസമായല്ലോ ഹാർവെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ എടുക്കാൻ ഹാർവെസ്റ്റ് ചെയ്യാൻ കണക്കായി നിൽക്കുന്നത് അഗസ്തി പൂവാണ് കേട്ടോ. അഗസ്തി പൂവും അതിൻ്റെ ഇലയും. പക്ഷേ ഏറ്റവും സർവ്വഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. പക്ഷേ ഇതിന് വേറൊരു കുഴപ്പവും കൂടെ ഉണ്ട്. എന്തായിരുന്നാലും അധികമായിട്ട് കഴിക്കാൻ പാടില്ല. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ എടുക്കുക. ഇത് അത്രമാത്രം അമൂല്യമായ ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇതിനെ തോർപ്പിച്ച് കഴിക്കരുത്. അതുകൊണ്ട് നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ അടുക്കള തോട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത് പൂവും ഇലയും കൂടെ ചേർത്ത് നമുക്ക് തോരൻ വയ്ക്കാം. ഇല മാത്രമായിട്ട് തോരൻ വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ കേട്ടോ. സൂപ്പാണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. ഞാൻ എന്തായാലും സൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ഷോർട്സ് ആയിട്ടെങ്കിലും ഞാനിടാവേ. അപ്പോൾ ഇത് ഞാൻ പറിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ തൊട്ടടുത്തുള്ള 3 വീട്ടുകാർക്കും കൂടെ ചേർന്നാണ് ഞാനിത് എടുത്തത്. ഇത് അതിൻ്റെ വിത്താണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ അകത്തിപ്പൂവ് ചെടി നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് 3-4 എണ്ണത്തിന് മാത്രം നിർത്തിയിട്ട് ബാക്കി ഇതുപോലെ വരുന്ന വിത്തുകൾ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി അങ്ങനെ നിന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ വിത്തിനെ പാകമാകാൻ വേണ്ടിയുള്ള എനർജി ഫുള്ളും ഈ വിത്തിൽ പോവുകയും ആ ചെടി നിന്ന് ഇല മഞ്ഞളിച്ച് ചെടി ഫുള്ളായിട്ട് അങ്ങ് നശിച്ച് നിൽപ്പിൽ നശിച്ചു പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട് ഞാൻ ഇതിനോട് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2-3 പേരെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ഈ കായ തോറും ഇതിൻ്റെ എനർജി ഫുള്ളും അതെടുക്കും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇത് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കണം. ഒരാഴ്ചയിൽ ഒരു 4-5 ദിവസം ഒന്നും അങ്ങനെ എടുക്കരുത്. അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണ് അഗസ്ത്യപ്പൂവ്, അഗസ്ത്യ ചീരയും. എല്ലാ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം ഇതിപ്പോൾ കെട്ടുകളായിട്ട് വിൽക്കാനുണ്ട്. ഞാൻ അന്ന് കുറ്റാലം പോയപ്പോൾ ഒരുപാട് വ്യാവസായികമായിട്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കൃഷി ചെയ്യണം കേട്ടോ. വീട്ടിൽ ഒരു മരമെങ്കിലും വെക്കണം. ഇത് പൂവിനകത്ത് നിന്ന് തേനാണ്. നല്ല മധുരമുണ്ട്. മോളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടി അതിൻ്റെ തേന് കുടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല തേനാണ്. അപ്പോൾ നല്ല മധുരമുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പൂവ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂമ്പൊടി, നീളമുള്ള ഒരു പൂമ്പൊടിയുണ്ട്, അതിനെ നമ്മൾ ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പൂവിൻ്റെ ഓരോ ഇതളുകളും ഇച്ചിട്ട് കഴുകിയാണ് 2ആയിട്ട് മുറിച്ചിട്ടാൽ മതി കേട്ടോ. വെച്ചാൽ തീ കാണുമ്പോഴേക്കും അതങ്ങ് ചുരുങ്ങിക്കോളും. അപ്പം ഇത് അകത്തിച്ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇത് പപ്പായയാണ് കേട്ടോ. പപ്പായ മക്കൾ ട്യൂഷനാക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് പപ്പായ വിളഞ്ഞു നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കി പച്ചയായിട്ട് നിന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് പെട്ടെന്നാണ് മഞ്ഞ കളറടിക്കുന്നത്. 2-3 എണ്ണമൊക്കെ അങ്ങനെ അണ്ണാനും തത്തയും കിളികളൊക്കെ വന്ന് കൊത്തി തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് പുതിന എൻ്റെ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചട്ടിയിൽ തന്നെ ധാരാളം എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് വീട്ടാവശ്യത്തിനകത്തുള്ളത് ഇതിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ 4-5 ചെടികളുടെ ചുവട്ടിൽ ഇത് വെച്ചിട്ടുണ്ട്. ഒരു റോസ് ചെടിയുടെ ചുവട്ടിൽ ഇത് വെച്ച് കൊടുത്തപ്പോൾ റോസിനേക്കാളും നല്ലതുപോലെ ഈ പുതിനയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു കാര്യം, റോസിന് ചുവട്ടിൽ വേറെ ചെടികൾ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും റോസ്റ്റിനെടുക്കാനുള്ള എനർജി മുഴുവൻ അതെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബിരിയാണിക്കും ഇറച്ചിക്കറിക്കും ഇടാനായിട്ട് എടുത്തതാണ് കേട്ടോ ഈ പുതിന. നമ്മളെപ്പോഴും പുതിന ഇങ്ങനെ നിർത്തരുത്. എടുക്കാൻ മടി കാണിച്ച് ഇത് നുള്ളി എടുത്താൽ അന്നത് വീണ്ടും
പുതിയ നാമ്പുകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല എടുക്കാൻ മടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, എടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിന്ന് ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന പുതിനയുടെ നല്ല മൂത്ത കമ്പുകൾ നോക്കി നമുക്ക് കൊത്തി വയ്ക്കുകയോ ചരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിടുകയോ ചെയ്താൽ മതി. അത് നന്നായിട്ട് മുളച്ച് വന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പ്രത്യേക പോട്ടിംഗ് മിക്സ് ഒന്നുമില്ല. എൻ്റെ ഓരോ ചെടികളുടെ ചുവട്ടിലും ഞാൻ ഇത് കൊണ്ടുവന്ന് കുത്തി വയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനാളുള്ള പുതിനകൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാരും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ചെടികളെങ്കിലും, വെജിറ്റബിൾസ് എങ്കിലും, ലീഫി പ്ലാന്റ്സ് ആണെങ്കിലും, ഫ്രൂട്ട്സ് ആയിരുന്നാലും നമ്മൾ ഉൾപ്പെടുത്തുക. കുറച്ചെങ്കിലും വിഷമില്ലാത്ത ആഹാരം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് എപ്പോഴും വെജിറ്റബിളിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തും. എല്ലാ കൂട്ടുകാരും അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സഹകരിക്കണം. താങ്ക് യു.